ഹലോ. ഇപ്പോൾ നമ്മൾ കൂടുതലും റീൽസ് കാണുന്നത് 2025-ലത്തെ ജേണീസ് ആയിരിക്കും അല്ലേ. അവരുടെ മാനിഫെസ്റ്റേഷൻസ്, സക്സസ് സ്റ്റോറീസ്, അച്ചീവ്മെൻറ്റ്സ്, ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ, ബക്കറ്റ് ലിസ്റ്റുകൾ ക്ലോസ് ചെയ്തത്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും കാണുന്ന റീലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീലുകളൊക്കെ കണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഒരാഗ്രഹം, എൻ്റെ 2025 ജേണി ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത്. എൻ്റെ അല്ല, കുറച്ച് ആളുകളുടെ 2025-ലത്തെ ജേണി. അപ്പോൾ തുടങ്ങല്ലേ. 2025 ഒരു അടിപൊളി വർഷമായിരുന്നു. 2024 അവസാനത്തിൽ ഒരു 4 എണ്ണം അല്ലെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ഉണ്ടായിരുന്ന EMIs 2025 ആയപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഒരു 8 എണ്ണം ഒരു 9 എണ്ണമൊക്കെ ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ബാങ്ക് ലോണുകൾ, പേഴ്സണൽ ലോണുകൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബാങ്ക് ലോൺ കിട്ടും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ട് റിജക്റ്റ് ആവും എന്നുള്ളതൊക്കെ പഠിപ്പിച്ചൊരു വർഷമായിരുന്നു 2025 എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ട്രിപ്പുകളൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ എടുത്ത ലോണുകളൊക്കെ തിരിച്ചടച്ചില്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസ് നേരിടേണ്ടി വരും എന്നുള്ള കുറേ ഇൻ്റർനാഷണൽ കോളുകൾ കിട്ടിയ ഒരു വർഷമായിരുന്നു 2025 എന്ന് പറയുന്നത്. ഇനി സിബിൽ സ്കോറിൻ്റെ കാര്യമാണെങ്കിലോ, പണ്ടത്തെ നമ്മുടെ കണക്ക് പരീക്ഷയുടെ മാർക്ക് പോലെ 1, 2, 3 അങ്ങനെ വരുന്നുണ്ട്. മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലോ ഓക്കെ, ഈ ലോണുകളും പ്രാരാബ്ദങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി വെച്ചിട്ട് വേണ്ടേ നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഭാഗത്തേക്ക് പോകാൻ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. നമ്മുടെ ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഗാന്ധിജിയുടെ തലയുള്ള പേപ്പർ വന്നിരുന്നു, പക്ഷെ പോയതിനൊരു കണക്കില്ല. അതിനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് കൂട്ടി നോക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോൾ 2025 എന്ന് പറയുന്നത് 2024 പോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാത്തൊരു വർഷമായിരുന്നു. എണ്ണിയാൽ തീരാത്ത ലോണുകൾ, അടച്ചാൽ തീരാത്ത EMIs, ബാധ്യതകൾ, കെട്ടുകൾ, ലിസ്റ്റുകൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ എന്ന് പറഞ്ഞ പോലെ എല്ലാ സംഭവങ്ങളും തന്നിട്ടുള്ളായിരുന്ന ഒരു വർഷമായിരുന്നു 2025 എന്നുള്ളത്. തീർന്നു എന്ന് പറയാൻ ആകെ തീർന്നത് 2025 മാത്രമായിരുന്നു. മാസങ്ങളും ദിവസങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നു. ഇതേ ഇന്ന് 31-ാം തീയതി, നാളെ 1-ാം തീയതി ആയില്ലേ. നാളെ EMI അടയ്ക്കണം, ബൗൺസ് ആവും, അല്ലെങ്കിൽ 750 രൂപ കൊടുക്കണം. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ എല്ലാവരുടെയും സക്സസ് സ്റ്റോറി കണ്ട സമയത്ത് എനിക്കും തോന്നി ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ ഇവരുടെ സ്റ്റോറീസ് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇൻ്റർനാഷണൽ ട്രിപ്പുകളും മാനിഫെസ്റ്റേഷൻ സക്സസ് ആയതും അല്ല 2025 എന്ന് പറഞ്ഞാൽ. ഇതേപോലെ എണ്ണിയാൽ തീരാത്ത കുറേ ലോണുകളുള്ള, അടച്ചാൽ തീരാത്ത കുറേ ബാധ്യതകളുള്ള 2025 കൂടിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.